പത്മജയ്ക്ക് പിന്നാലെ മുരളീധരനും പാർട്ടി വിടുന്നു. ചോദ്യം വളരെ ഗൗരവമേറിയത് തന്നെയാണ്. ശോഭ മുരളീധരനെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് തമാശയായാണ് പലരും കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മുരളീധരന്റെ സാഹചര്യം അങ്ങോട്ടേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഇനി ഈ പാർട്ടിയിൽ എന്തിന് എന്നതാണ് ഇപ്പോൾ മുരളീധരന്റെ പ്രധാന ചോദ്യം. തൃശൂർ മുരളീധരനെ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ എതിർപ്പ് ചില്ലറ ഒന്നുമല്ലായിരുന്നു മുരളീധരന് തന്നെ. മുരളീധരന് ഒരിക്കലും ശോഭിക്കാൻ പറ്റാത്ത സ്ഥലമാണ് തൃശൂർ എന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും നന്നായി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി മത്സരിക്കാനില്ല എന്നൊക്കെ മുരളീധരൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാലക്കാട് സീറ്റ് കിട്ടുമെന്ന് മുരളീധരൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. അവിടെ മുരളീധരന്റെ അമ്മയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നിർത്തുകയായിരുന്നു. അതും മുരളീധരന് ചെറിയ ക്ഷീണമല്ല ഉണ്ടാക്കി വെച്ചത്. അവിടെ പ്രചാരണത്തിന് പോലും പോകാതെ മാറി നിന്ന മുരളീധരനെ അവസാനം നാട്ടുകാരെ ബോധിപ്പിക്കാനായി ഒരു ദിവസം കൊണ്ടുവന്ന് മനസ്സിലോടെ രാഹുലിന് വേണ്ടി സംസാരിച്ചിട്ട് പോവുകയായിരുന്നു മുരളീധരൻ. ഇനി അധികാരം കിട്ടിയാലും അതിൽ മുഖ്യമന്ത്രി ആകാൻ പോകുന്നില്ല എന്ന് നന്നായി മുരളീധരൻ അറിയാം. മന്ത്രി പദവി വേണ്ട എന്ന നിലപാട് ചാനലുകാരുടെ മുന്നിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതുപോലും കിട്ടാൻ ഇനി സാധ്യതയില്ല എന്ന് മുരളീധരന് നന്നായി അറിയാം. എനിക്കിപ്പോ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള മൂടൊക്കെ പോയി. 4 തവണ തുടർച്ചയായി നിന്ന് ഏതാണ്ട് കുത്തുപാള എടുത്തിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീനിയോറിറ്റി ഉണ്ടല്ലോ, അപ്പോ നോക്കാം എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെന്നിത്തലയും സതീശനുമായുള്ള പോരിലും മുരളീധരന് വല്ലാത്ത വിഷമം തന്നെയാണ്. സുകുമാരൻ നായർ മുരളീധരനെ പുകഴ്ത്താത്തതിലുമുണ്ട് കലിപ്പ്. ആരെങ്കിലും പുകഴ്ത്തിയാൽ ആരും മുഖ്യമന്ത്രി ആകില്ല എന്നാണ് മുരളീധരൻ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായർ പുകഴ്ത്തിയപ്പോൾ കുറെ നാളുകളായി കോൺഗ്രസുമായി തെറ്റി തന്നെയാണ് മുരളീധരന്റെ നടപ്പ്. ഇനി അധികം നാളെ ഇങ്ങനെ തെറ്റി നടക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഷാഫി പറമ്പിലിനും സതീശനും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് ഒരു തനി കോൺഗ്രസ് തന്നെ രൂപീകരിക്കുന്നു എന്ന സംസാരവും മുരളീധരൻ പക്ഷത്തുണ്ട്. പാലക്കാട് DCC ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ കത്തും പുറത്തു വന്നത് കാര്യം തന്നെയാണ്. എന്നിട്ടും അവിടെ രാഹുലിന് സ്ഥാനം കൊടുത്തത് ഷാഫിയുടെയും സതീശന്റെയും നീക്കം തന്നെയാണ് എന്ന് പല കോൺഗ്രസ് നേതാക്കൾ അകത്തും തെളിഞ്ഞും മറിഞ്ഞും ഒക്കെ പറയുന്നുണ്ട്. പാലക്കാട് BJPയുടെ വേരറക്കാൻ യോഗ്യനായ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആണെന്ന് വരെ ആ കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. BJPയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് സമീപനം തന്നെയാണ് അപ്പോഴും പുറത്തു വരുന്നത്. കോൺഗ്രസിൽ നിരവധി മുഖ്യമന്ത്രി സ്ഥാന മോഹികളുണ്ട്. അതിലൊരാൾ തന്നെയാണ് മുരളീധരനും. അതുകൊണ്ട് മുരളീധരൻ നിയമസഭയിൽ എത്തുന്നത് VD സതീശന് ഇഷ്ടമല്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് വെറുതെയല്ല. DCC നേതൃത്വം മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചിട്ടും പരിഗണിക്കാതെ പോയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അതുകൊണ്ടാകാമെന്ന് ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കിയ കാര്യം തന്നെയായിരുന്നു.